അമൃതം പൊടി വെച്ചിട്ട് നമ്മൾ 2 ഐറ്റംസാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. രണ്ടെണ്ണത്തിനും സെയിം ചേരുവയാണ്. അപ്പോൾ അതിനാവശ്യം ആദ്യം അമൃതം പൊടി 2 കപ്പ്, ഒരു നേന്ത്രപ്പഴം 1/2 കപ്പ്, തേങ്ങാപ്പീര, ഒരു ശർക്കര. അമൃതം പൊടി നമ്മളൊന്ന് വെള്ളത്തിലൊന്ന് നനച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം വെള്ളത്തിൽ ശർക്കര ഇട്ട് ഒന്ന് 1/2 ഗ്ലാസ് വെള്ളത്തിൽ ശർക്കര ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് കുനുകുനാന്ന് അരിഞ്ഞ നേന്ത്രപ്പഴം ശർക്കരയും ആ വെള്ളത്തിലോട്ട് ആഡ് ചെയ്തിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോഴേക്കും നമ്മൾ അമൃതം പൊടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇടിയപ്പത്തിന് നമ്മൾ കുഴക്കുന്നില്ലേ അതേ ടൈപ്പ് ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മൾ ഇലയൊക്കെ വലിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പഴവും നമ്മുടെ തേങ്ങയും നന്നായി സെറ്റായി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കുഴച്ച് വെച്ച നമ്മുടെ മാവ് ഇലയിലൊന്ന് ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ട് അതിലോട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മുടെ പഴവും തേങ്ങയും എല്ലാം കൂടി മിക്സ് ആക്കിയത് നമ്മളതിലോട്ടൊന്ന് വെച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മടക്കിയിട്ട് 2 സൈഡും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് 2 സൈഡും പ്രസ് ചെയ്തില്ലെങ്കിൽ അത് താഴെ സൈഡിലൂടെ പോകും. അപ്പോൾ നമ്മളൊന്ന് നന്നായി പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊരു 5 ഇലയുടെയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ അതിന് ശേഷം ബാക്കി വരുന്ന മാവ് നമ്മൾ ഉണ്ടയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളത് മാവ് കയ്യിലെടുത്ത് നന്നായിട്ടൊന്ന് ബോൾ പോലെ ആക്കിയിട്ട് ഒന്ന് പരത്തിയിട്ട് അതിലോട്ട് നമ്മൾ തേങ്ങയും പഴവും ശർക്കരയും കൂടി മിക്സാക്കിയത് ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ബോളാക്കി റൗണ്ടാക്കി കൊടുക്കുക. നമ്മുടെ ഐറ്റംസ് റെഡി ആയിട്ടുണ്ട്. നമുക്കത് ആവിയിൽ വേവിച്ചെടുക്കാം. ഇലയുടെയും ഉണ്ടയും നമ്മൾ ഒരുമിച്ചാണ് വേവിക്കാൻ വെക്കുന്നത്. രണ്ടും ഒരുമിച്ച് വയ്ക്കുമ്പോൾ വാഴയിലയുടെ നല്ലൊരു മണം വരുന്നതാണ്. സിമ്പിളായിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ പറ്റിയ റെസിപ്പിയാണ്. കുട്ടികളുള്ള വീടുകളിലൊക്കെ ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. നല്ലൊരു ഹെൽത്തി ഫുഡാണ്. അമൃതം പൊടിയാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ അമൃതം പൊടി കൊണ്ടുള്ള ഇലയടി നമുക്ക് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവർക്കും നേന്ത്രപ്പഴവും തേങ്ങയും ചേർത്ത് കാരണം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമുക്കത് കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു മണവും വരുന്നുണ്ട്. അപ്പോൾ തക്കുവിന് അമൃതം പൊടി നല്ല ഇഷ്ടമാണ്. അപ്പോൾ അവനത് കഴിക്കണം. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഇങ്ങനെ വൈകുന്നേരത്തിൽ നമ്മൾ ഇതുപോലെ സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവനത് കഴിക്കും. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇഷ്ടം.